ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദോസ് ടേസ്റ്റി ഹോം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സേമിയ പായസമാണ്. അപ്പോൾ നമുക്ക് എന്താഘോഷം ഉണ്ടെങ്കിലും ഒഴിച്ചുകൂടാനാവാത്തൊരു സ്വീറ്റ്സാണ് പായസം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ചൂടായ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് 4 ലിറ്റർ പാലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്, ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാല് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പായസം അടി പിടിക്കുകയും മേലെ പാല് പാട കെട്ടുകയും ചെയ്യും. അതിനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറുകി വരുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ഉരുളിയിൽ ആണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. അത് കൂടി പോവരുത്. എന്നിട്ട് പിന്നെ വറുത്ത് വെച്ച സേമിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സേമിയ ചേർത്തെടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഞാനിത് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടെ ബ്രൗൺ കളറായി വരും. ഇതാ നമ്മുടെ സേമിയ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാവും ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കുറുക്കിയെടുത്തിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇരുന്നിട്ട് ഇത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് ചൂടായിട്ടുള്ള തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിന് കട്ടിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.